മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന കേരള യാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനം സമാപിച്ചു. നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഗ്രീൻ വളണ്ടിയർ അകമ്പടിയോടെയായിരുന്നു ജില്ലയിലെ പര്യടനത്തിന്റെ സമാപനം. TP ശ്രീനിവാസനെ SFI പ്രവർത്തകർ മർദ്ദിച്ചത് കേരളത്തിന്റെ മുഖത്തേറ്റ അടിയാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സമത്വം, സമന്വയം, സാഹോദര്യം എന്ന മുദ്രാവാക്യത്തിലാണ് യാത്രയെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ രാഷ്ട്രീയ വിമർശനമുയർന്നു. SFI പ്രവർത്തകർ TP ശ്രീനിവാസനെ മർദ്ദിച്ചത് CPIM-ന് അധികാരം കിട്ടിയാൽ കേരളം എങ്ങനെയിരിക്കും എന്നതിന്റെ സൂചനയാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വലിയ വിദഗ്ധനാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. പാവമ്മൻ നടന്നു പോവാണ്, പിന്നെന്ന് വിളിക്കുകയാണ് ശ്രീനിവാസൻ സാറേ എന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ മൂന്തക്കൊരൊറ്റടി. ഈ കേരളത്തിന്റെ മുഖത്താണ് അടി കിട്ടിയത്. സോളാറും ബാറും നർമ്മത്തിൽ പൊതിഞ്ഞ് പരാമർശിച്ചു പോയ കുഞ്ഞാലിക്കുട്ടി ഇടതുപക്ഷ നിലപാടിനെ ശക്തമായി വിമർശിച്ചു. ഇടതുപക്ഷത്തിന് ഇപ്പൊ 2 ലവകുശന്മാരുണ്ട്, 2 ബിജുമാര് പാടങ്ങി അവിടെ നിൽക്കട്ടെ. ഇടക്കിറങ്ങിയ മറ്റേ മൂന്നാമത്തെ കക്ഷിനെ കൂട്ടി പോവരുത് കേട്ടോ എന്നാണ് എനിക്കറിയാം. മന്ത്രി MK മുനീർ അടക്കമുള്ള ജാഥാംഗങ്ങൾക്കൊപ്പം മന്ത്രി KP മോഹനനും മുതലക്കുളത്തെ പൊതുയോഗത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, കോഴിക്കോട്.